ഇത് മാളൂട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. വർഷങ്ങൾക്ക് മുൻപ് മാളൂട്ട് ദേശത്തെ തലയ്ക്കൽ, പേരൂർ കോണത്ത്, കരക്കാട്ട് പുത്തൻവീട് എന്നീ കുടുംബാംഗങ്ങളുടെ ആരാധനാമൂർത്തിയായിരുന്നു ദേവി. അക്കാലത്ത് പ്രധാനമായും കൃഷിയെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന മാളൂട്ട് ദേശക്കാർക്ക് വിത്ത് വിതയ്ക്കുമ്പോഴും വിളവെടുക്കുമ്പോഴുമൊക്കെ തുണയാകുന്നത് മാളൂട്ട് ഭഗവതി തന്നെയായിരുന്നു. കരക്കാരുടെ ആശ്രയവും അനുഗ്രഹവും ആനന്ദവുമായിരുന്ന ദേവിയുടെ ചൈതന്യം മാളൂട്ട് ദേശത്തെ ഓരോ മൺതരിയുടെയും മനുഷ്യന്റെയും മാത്രമല്ല, ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാകണമെന്ന കരക്കാരുടെ സ്വപ്ന സാഫല്യമെന്നോണം ഏകദേശം 50-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് തലയ്ക്കൽ, പേരൂർ കോണത്ത് കരക്കാട് കുടുംബാംഗങ്ങൾ പുണ്യകർമ്മം പോലെ മാളൂട്ട് ദേശക്കാർക്ക് ക്ഷേത്രം വിട്ടുകൊടുക്കുകയായിരുന്നു. അന്നു മുതൽ അത്ഭുതകരമായ പല അനുഭവങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വരദാനമായി ഈ പ്രപഞ്ചമാകെ മാളൂട്ട് ഭഗവതി നിറഞ്ഞു നിൽക്കുകയാണ്. മാളൂട്ട് ദേശത്തിലെ ഓരോ ഭക്തന്റെയും മനസ്സിലെ ആനന്ദോത്സവവും അന്നും ഇന്നും കെടാതെ സൂക്ഷിക്കാൻ കഴിയുന്നത് എല്ലാ ഭക്തരോടുമുള്ള മാളൂട്ട് ദേവിയുടെ കരുതലും അനുഗ്രഹവും കൊണ്ട് തന്നെയാണ്. കേരളത്തിലെ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം കഴിഞ്ഞാൽ പഞ്ചലോക വിഗ്രഹമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മാളൂട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. പഞ്ചലോക വിഗ്രഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവീ ചൈതന്യം ശാന്തസ്വരൂപിണിയായി നിലകൊള്ളുന്നുവെന്നതാണ് വിശ്വാസം. കാലഘട്ടത്തിന്റെ ജീർണതകളെ അതിജീവിക്കാനായി ക്ഷേത്രം പലപ്പോഴും പുതുക്കി പണിഞ്ഞിരുന്നു. എന്നിരുന്നാലും കരക്കാരുടെ സ്വപ്നം പോലെ ഈ അടുത്ത കാലത്ത് പാരമ്പര്യമായ നിർമ്മാണ രീതിയിൽ തന്നെ കൃഷ്ണശിലകളാലും തടികൾ കൊണ്ടും വാഴപ്പറമ്പിൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടു. ക്ഷേത്രത്തിന്റെ ഓരോ അംശങ്ങളിലേക്കും നോക്കുന്ന ഭക്തരുടെ മനസ്സിൽ നിറയുന്നത് തലമുറകളായി തങ്ങളെ കാത്തുകൊള്ളുകയും ആത്മാവിൽ കിടാവിളക്കായി നിന്ന് ജീവിത നന്മകളുടെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ദേവീ ചൈതന്യം തന്നെയാണ്. മഹാദേവൻ, ഗണപതി, ധർമ്മശാസ്താവ് എന്നീ ദൈവങ്ങളെ ഉപദൈവങ്ങളായി പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തുന്ന മാളൂട്ട് ക്ഷേത്രത്തിലെ ആയില്യം പൂജ വളരെ പ്രസിദ്ധമാണ്. സർപ്പദോഷങ്ങൾ തീർക്കുവാനും നാഗദൈവങ്ങളുടെ അനുഗ്രഹവും കാരുണ്യവും തലമുറകളോളം നിറഞ്ഞു നിൽക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ധാരാളം ഭക്തജനങ്ങൾ ഇവിടുത്തെ ആയില്യം പൂജയിൽ പങ്കെടുക്കുന്നു. മനമുരുകി അമ്മയെ വിളിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും കാര്യസിദ്ധി ഉണ്ടാവുന്നു എന്നതാണ് നിരന്തരം ക്ഷേത്ര ദർശനം നടത്തുന്ന ഓരോ വിശ്വാസിക്കും പറയുവാനുള്ളത്.
നിരന്തരമായ ക്ഷേത്ര ദർശനങ്ങളും ഉള്ളുരുകിയ പ്രാർത്ഥനകളും കൊണ്ട് ദൈവ ചൈതന്യത്തെ അടുത്തറിയുമ്പോൾ ഈ ലോകസുഖങ്ങൾ ഒന്നുമല്ല പ്രധാനം, ആത്മജ്ഞാനമാണ് മോക്ഷത്തിലേക്കുള്ള ഒരേ ഒരു വഴിയെന്ന് തിരിച്ചറിയുന്ന ഭക്തർ പിന്നീട് ഇരവും പകലും പരമചൈതന്യത്തെ അറിഞ്ഞ് ആനന്ദിക്കുവാനുള്ള യാത്ര തുടങ്ങുകയായി. മാളൂട്ട് ദേവിയുടെ അനുഗ്രഹത്താൽ തലമുറകളായി ഒരു ആത്മീയ സംസ്കാരം നിലനിർത്താൻ പൂർവികർ ശ്രമിക്കുന്നത് കൊണ്ടാവാം ഈ ദേശത്തെ ഓരോ ബാല്യവും കൗമാരവും യൗവനവുമൊക്കെ സമയനിഷ്ഠകളോടെ മിക്കപ്പോഴും ക്ഷേത്ര അന്തരീക്ഷം നാമജപങ്ങളാലും മന്ത്രങ്ങളാലും ഗാനാഞ്ജലികളാലും ഭക്തിസാന്ദ്രമാകുന്നത്. അമ്മേ കുമാരനല്ലൂരം നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുന്നു, വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയ. തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തനാം പൂജാരി അണയുമ്പോൾ, തൃക്കാർത്തിക എൻ്റെ അമ്മ ലക്ഷ്മിബായി അവറുകളാണ് ഈ ക്ഷേത്രം ഈ നാട്ടുകാർക്ക് വേണ്ടി ഏതൊരു വിധമായ ലാഭേച്ഛയും കൂടാതെ വിട്ടു നൽകിയത്. ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ അവർ മാത്രം പൂജ നടത്തി വന്നിരുന്ന ഒരു ക്ഷേത്രം അത് നാട്ടുകാർക്ക് വിട്ടു നൽകിയതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇന്നൊരു മഹാക്ഷേത്രമായി മാറിയത്. എല്ലാ വർഷവും മേടമാസത്തിൽ നടത്തിവരാറുള്ള മാളൂട്ട് ഭഗവതിയുടെ വാർഷികോത്സവം വളരെ പ്രസിദ്ധമാണ്. ഭദ്രകാളിപ്പാട്ടിന്റെ ഈണവും വിൽപ്പാട്ടിന്റെ നാദവും ചേർന്നതാണ് ദേവിയുടെ തിരുവുത്സവ ദിനങ്ങൾ.
ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുമുടി ഉത്സവമേളങ്ങളോടെ ഓരോ ഭവനങ്ങളിലും കയറിയിറങ്ങുമ്പോൾ ഭക്തർ പച്ചോല കെട്ടിയ ചെറു പന്തലുകളിൽ പറ നിറച്ച് ദേവിക്ക് മുന്നിൽ കാഴ്ചാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു. 10ാം ഉത്സവം പൊങ്കാലയോടെ സമാപിക്കുമ്പോൾ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നാടിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമായ മാളൂട്ട് ദേവിയുടെ ഉത്സവ കൊടിയിറങ്ങുമ്പോൾ മാളൂട്ട് ദേശക്കാരുടെ മനസ്സ് നിറയെ തങ്ങൾക്ക് ദേവി നൽകാൻ പോകുന്ന സമൃദ്ധിയുടെ കൊടിയേറ്റം തുടങ്ങുകയാണ്. ഭദ്രകാളിപ്പാട്ടിന്റെ ഈണങ്ങളുടെയും വില്ലുപാട്ടിന്റെ നാദങ്ങളുടെയും പൈതൃകം പേറുന്ന ഓർമ്മകളിൽ